സാർ പ്ലീസ്. വക്കീൽ ഗോപാലൻ നായരോട് ഇതാകാമെന്ന് വിചാരിച്ചു. തുലച്ചു കളയും ഞാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ മനസ്സിലാക്കി തരാൻ തന്നെയാണ് എന്റെ വരവ്. പെരുമ്പാവൂരിൽ വെച്ച് ഞാനും നീയും സ്നേഹത്തിലായിരുന്നു എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ഭർത്താവിന്റെ കുലക്കുറ്റത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് നീ ഇവരോട് പറഞ്ഞോ? അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയമെന്ന് പ്രതാപൻ ചോദിച്ചു. പത്രാവരുടെ ആവശ്യം അത്. അവരെങ്ങനെ പലതും ചോദിക്കും. എന്റെ മുഖത്തേക്ക് നോക്ക്. നീ നിന്റെ പഴയ കാമുകന്മാരോട് ഇപ്പോൾ പ്രയോഗിക്കുന്ന പുതിയ അടവുണ്ടല്ലോ, അത് വക്കീൽ ഗോപാലൻ നായരോട് വേണ്ട. ആപത്താണ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ ജയിലിൽ കയറ്റാമെന്നറിയാം. അറിയില്ല. അതിന് ഞാൻ എന്ത് കുറ്റം ചെയ്തു? ഒന്നും ചെയ്തില്ലേ? ഇല്ല. ഈശ്വര, എന്തൊരു ശിക്ഷയാണ്. ഈ കണ്ണുനീര് കണ്ട് നിങ്ങളാരും പരിഭ്രമിക്കണ്ട. ഇവളുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ കണ്ണുനീർ. കരയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് അഭിനയമാണോ? നാടകത്തിൽ ആവശ്യമില്ലാതായപ്പോ ഇവൾ ജീവിതത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. മിസ്റ്റർ പ്രതാപൻ, ഇവളുടെ ഭർത്താവ് മരിച്ച ദിവസം ഇവൾ ഇതിനേക്കാൾ ഭംഗിയായി അഭിനയിച്ചു. രക്ഷിക്കണമെന്ന് യാചിച്ചു. ഏത് ഉഗ്രൻ കൊലപ്പുള്ളിയെയും കള്ളനെയും ഒറ്റ നോട്ടം കൊണ്ട് വിറപ്പിച്ചിരുന്ന ഞാൻ പോലും ഇവളുടെ കണ്ണുനീര് കണ്ടപ്പോ അല്പം ചലിച്ചുപോയി. അവളെ ഞാനങ്ങ് വിശ്വസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എങ്കിലും ഇന്ന് ഞാൻ ആ ദിവസം വ്യക്തമായി ഓർക്കുന്നു. നാടകവേദിയിൽ വെച്ച് മാത്രമേ ഞാൻ ചിരിക്കാറുള്ളൂ. മുഖത്ത് ചായം പൂശി രംഗത്ത് വന്ന് പാടുന്നതും ചിരിക്കുന്നതുമെല്ലാം ആഹാരത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ വിലങ്ങ് വെച്ചാൽ ഞാൻ അതോടെ നശിക്കും. ഇത്ര ഭയങ്കരമായ സത്യം ചെയ്തത് ഞാനാണെന്ന് സാർ വീണ്ടും പറയരുത്. എന്റെ നെഞ്ചെടുപ്പ് നിന്നു പോകും. ഇത് കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല സാർ. ഈ കാല് പിടിച്ച് ഞാൻ പറയുന്നു, എനിക്കും ഇവർക്കും ഈ ലോകത്ത് ആരുമില്ല സാർ. സാർ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം സാർ. ഞങ്ങൾക്ക് ആരുമില്ല സാർ. കോടതിക്ക് ആവശ്യം തെളിവുകളാണ് കമലമ്മേ. നിരപരാധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ടൊന്നും അവിടെ ഫലമില്ല. ഞാൻ എങ്ങനെ തെളിയിക്കും? എങ്ങനെയെങ്കിലും തെളിയിക്കണം. മരിച്ചയാൾ കയ്യൊപ്പിട്ട എഴുത്തുകൾ വല്ലതുമുണ്ടോ? എനിക്ക് എഴുതിയ എഴുത്തുകൾ കാണാം. എന്നാൽ അത് കൊണ്ടുവരൂ. മരിച്ചുപോയ നിങ്ങളുടെ ജ്യേഷ്ഠന്റെയാണോ? അതെ യജമാനൻ. കയ്യക്ഷരമോ? അതെ, എന്റെ ചേട്ടൻ എഴുതിയതാണ്. ഈ കത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്താണ്. ആത്മഹത്യ ചെയ്യുകയാണെന്ന് മറ്റാരും അത് ഉത്തരവാദിയില്ലെന്ന് എഴുതിയിരിക്കുന്നു. ഇതാ വായിച്ചു നോക്കൂ. അങ്ങനെ ഞാൻ അവളെ രക്ഷിച്ചു. മിസ്റ്റർ പ്രതാപൻ എല്ലാ തെളിവുകളെയും അവഗണിച്ചുകൊണ്ട് ആ മരണം ആത്മഹത്യയാണെന്ന് ഞാൻ റെക്കോർഡുണ്ടാക്കി. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവൾ ഇന്നും ജയിലില്ലാത്ത തന്നെ കഴിയുമായിരുന്നു. നിങ്ങൾ ഇത്ര നന്ദിയില്ലാത്ത സ്ത്രീയാണോ? ഭാസ്കര പിള്ളയാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും ആരോടും നന്ദികേട് കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. ഇല്ലേ? എടീ, ഇന്ന് നീ എന്നെ പുതിയ ഋഷിയിൽ തരം താത്താൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് ഞാൻ വെറും ഒരു നിസ്സാരനല്ല പ്രതാപൻ. ശരിയാണ് സാർ. പക്ഷെ ഞാൻ അന്ന് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ആ കത്തുണ്ടല്ലോ, ഇവളുടെ ഭർത്താവ് സ്വയം മരിച്ചതാണെന്നും ആരും അതിന് ഉത്തരവാദിയല്ല എന്നുമുള്ള കത്ത്, അത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ വിവരിച്ചു. ആ ഒരു കത്ത് പോലെ ഇപ്പോൾ ഇവളെ ജയിലിലാക്കാൻ. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അല്പം ഈ ലോഹ്യത്തിലായിരുന്നു. 2 or 3 മാസക്കാലത്തോളം മാത്രം എന്ന് വിചാരിച്ച് ഇവളുടെ മറ്റു കാമുകന്മാരോട് ഇവൾ പകവെട്ടുന്നത് പോലെ എന്റെ നേരെ ചെളിവാരി എറിയാൻ ശ്രമിച്ചാൽ മണിക്കൂറുകൾക്കകം ഇവളെ ഞാൻ ജയിലിലാക്കാം. വേണ്ട സാർ, ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് വീണ്ടും ഈ ഭയങ്കരിയോട് അനുകമ്പ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് സാർ അങ്ങനെ ചെയ്താൽ സാറിന് ഉപദ്രവം ഉണ്ടാകാമെന്ന് വിചാരിച്ചു പറയുക. മിസ്റ്റർ പ്രതാപൻ, ക്രിമിനൽ പ്രൊസീഡിംഗ്സ് നിങ്ങൾ ആരും വക്കീൽ ഗോപാലൻ നായരെ പഠിപ്പിക്കാൻ വരരുത്. എന്റെ അറിവില്ലായ്മ ആയിരിക്കും, ക്ഷമിക്കണം. സാറ് പ്രേരിപ്പിച്ചിട്ടല്ലേ ഇവരെ എഴുത്തെഴുതിയത്? അതെ, ഞാൻ പ്രേരിപ്പിച്ചു, ഇവളെ കൊണ്ട് എഴുതിച്ചതാ. എന്താ ഇടോ മടയാ, അതിന് തെളിവില്ലടോ. ഞാനിപ്പോ നിങ്ങളോട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. നിയമപ്രകാരം
സന്ദർഭം വരുമ്പോ ഞാൻ അത് നിഷേധിക്കും. എന്താ സാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇവരുടെ ഭർത്താവിനെ കൊന്നത് ഇവരല്ലാന്ന്? അന്ന് വിശ്വസിച്ചു. പക്ഷെ അതിന് ശേഷമുള്ള ഇവളുടെ പെരുമാറ്റവും മറ്റും കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി എന്റെ വിശ്വാസം തെറ്റാണെന്ന്. ഇവൾ തന്നെയായിരിക്കും അയാളെ കൊന്നത്. ഇനിയെങ്കിലും ആ സത്യം ഒന്ന് പറഞ്ഞേക്കൂ. നിങ്ങളല്ലേ കൊന്നത്? പ്രതാപനോട് ഞാൻ കള്ളം പറയില്ല. ഞാനല്ല. ആ കേസ് കൈകാര്യം ചെയ്ത ഇൻസ്പെക്ടർ ദേഹം തന്നെ പറയുന്നല്ലോ നിങ്ങളാണ് കൊല ചെയ്തതെന്ന്. അത് സത്യമല്ല. പിന്നെ ഏതാണ് സത്യം? പറയൂ, ആര് കൊന്നു? എനിക്കറിയില്ല. ഞാൻ മറക്കാൻ ശ്രമിച്ച പഴയ കാര്യങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കി എന്തിനെന്നെങ്ങനെ വേദനിപ്പിക്കുന്നു? നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഉദ്ദേശമില്ല. നിങ്ങളുടെ ഭർത്താവിനെ കൊന്ന ആരാണെന്ന് ചോദിച്ചു. അറിയില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം ആ നിൽക്കുന്ന നിങ്ങളുടെ മകളാണെന്ന്. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത് പറയാമോ നിങ്ങൾക്കറിയില്ലെന്ന്? എന്താ അങ്ങോട്ട് ഞാൻ നോക്കുന്നത്? സത്യം ചെയ്യൂ. എനിക്കത് സാധ്യമല്ല. എനിക്കത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? മനസാക്ഷി വിപരീതമായിട്ടല്ലോ സത്യം ചെയ്യുന്നത്. ഇവർ സത്യം ചെയ്യില്ല മിസ്റ്റർ പ്രതാപൻ. ഓണം വരട്ടെ. അങ്ങനെ ഒന്നടങ്ങ് നിങ്ങളെ മഴയാക്കി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഇതാ നിൽക്കുന്നു നിങ്ങളുടെ മകൻ. ഇവരുടെ തലയിലടിച്ച് നിങ്ങളുടെ മനസ്സിൽ കറങ്ങുമെന്ന് തെളിയിക്കും. ആർക്കൊന്നും നിങ്ങൾ തലയില്ലെങ്കിൽ പിന്നെ സത്യം ചെയ്യാനല്ല. സത്യം ചെയ്യാമെന്ന് പറയുന്നത്. ആ പാവത്തിനെ ഉപദ്രവിക്കരുത് സാർ. അവർ നിരപരാധിയാണ്. സത്യം ഞാൻ പറയും. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ആപത്തുകളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ച പ്രതാപ സാറിനോട് പറയുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. പറയൂ. സംഭവ ദിവസം രാത്രി ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആക്കാൻ ശ്രദ്ധിച്ചു. ഈ ലോകത്ത് ഞങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് ജീവിക്കില്ലെന്ന് ഞാനും കേട്ടു. അതിന്റെ അർത്ഥം അദ്ദേഹം എന്നെ കൊല്ലുമെന്നല്ലേ? സദാ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന ആളാണ്. മനുഷ്യനല്ല, മൃഗമാണ്. എന്തും ചെയ്യും. മരിക്കുന്നതിൽ എനിക്ക് വ്യസനമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞിനായുണ്ട്. ആണാണെങ്കിൽ ചുമടെങ്കിലും ജീവിക്കും. പക്ഷേ ഇവർ അദ്ദേഹം എന്നെ കൊല്ലുമോ? ഇങ്ങനെ അങ്ങോട്ട് അധൈര്യപ്പെട്ടാലോ? എല്ലാം ഈശ്വരീച്ഛ പോലെ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടാണ്. മനുഷ്യനായാൽ കുറച്ച് ധൈര്യമൊക്കെ വേണം.
ഇതങ്ങ് കുടിച്ചാ ഇതങ്ങ് കുടിച്ചാ മാനേജർ ആത്മഹത്യ ചെയ്തതാണെന്ന് കമലമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വിഷക്കുപ്പി നിലത്ത് തന്നെ വെച്ചു. മാനേജരോട് വിരോധമുണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സാധു സ്ത്രീയെ അയാൾ കൊന്നുകളയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. പക്ഷേ ഞാൻ ഈ വിവരം കമലമ്മയെ അറിയിച്ചില്ല. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അവരോട് സത്യം തുറന്നു പറഞ്ഞത്. ഇന്ന് കമലമ്മയ്ക്കറിയാം ഞാനാണ് യഥാർത്ഥ കുറ്റവാളിയെ. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നെങ്കിലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ സത്യം ചെയ്യാൻ മടിച്ചത്. ഓഹോ, അപ്പൊ താനാണ് ചെയ്തല്ലേ? ഇനി ഇങ്ങോട്ട് വരാം. എന്താണിത്? ഈ കഥ എഴുതുകയുമില്ല, പരസ്യപ്പെടുത്തുകയുമില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് രേഖ ഉണ്ടാക്കാമെന്ന് കരുതി. രേഖയുണ്ടാക്കി? ഞാൻ എന്റെ അനുഭവങ്ങൾ എഴുതി തരികയില്ലെന്ന് പറഞ്ഞു. നിങ്ങളത് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എന്താ? ഇതിനാണ് ഞങ്ങളോട് ഇത്ര ദീനാനുകമ്പ കാണിച്ചത്, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇതെല്ലാം കരുതി കൂട്ടി ചെയ്തതാണ്. ഞാൻ എന്റെ നെഞ്ചു പൊട്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഇതൊന്നും പരസ്യപ്പെടുത്തരുത്. എനിക്കിനി ഒന്നും താങ്ങാനുള്ള ശക്തിയില്ല, ശക്തിയില്ല, ശക്തിയില്ല. Nonsense! This is blackmailing. സമയം കളയണ്ട. കള്ളറക്കാരുണ്ടാക്കാൻ പ്രേരിപ്പിച്ചതിന് ഇനി വക്കീൽ സാറിനെ അറസ്റ്റ് ചെയ്യാമല്ലോ? നോ, സാധ്യമല്ല. ഇതെല്ലാം കരുതിക്കൂട്ടി ഉണ്ടാക്കിയ റെക്കോർഡുകളാണ്. This will not stand in the court of law. You can tell it in the court of law. Arrest him. ശങ്കുവാശാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങളെക്കാൾ വലിയവളായിരുന്നു നിന്റെ അമ്മ. അവൾ ചെയ്ത ത്യാഗത്തെ സമുദായം മാനിച്ചില്ല. കമലമ്മ മരിച്ചു. ഇതുപോലെ അനേകം നാടക നടികൾ അറിയപ്പെടാതെ മരിക്കുകയാണ്. ഇനി നിന്റെ അമ്മ ഞാനാണ്. ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്.